ഈ ലോറിന്റെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ്. ലോറിന്റെ മെയിൻ്റെനൻസ്, മറ്റ് വർക്കുകൾ മൊബിന. ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട്. അപ്പോൾ ഇതിൽ ഞാനാണ് കണക്ക് കൂട്ടുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വൈക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത്. നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം. ഞാൻ ഓനക്ക് മാസം 75,000 കൊടുത്തുക്കണോ ഇല്ല എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല, ബത്താണ് ബത്ത. ഇനി 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 അതൊന്ന് ഇനിയിപ്പോ ഇനി അതിന്റെ, പക്ഷെ അത് ഞാൻ പറയാനുള്ള, ഇനിയിപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 അതെന്തോ വട്ടവർ. ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗമായിരുന്നു. അവിടുന്ന് ഈ 60 ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാൻ അതൊരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നാക്കിൽ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെൻ്റ് അത് ഓൻ്റെ മക്കൾക്ക്, അതൊരു വലിയ, ഓൻ്റെ മോനക്കൊരു ഭാര്യയ്ക്ക് ഒരു ഉപകാരപ്പെടുകയും വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെൻറ്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കൊടുക്കാൻ നമ്മളാണല്ലോ ഇപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആ പണം കുറച്ചുകൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര എന്ത് അത് സത്യമാണ്. 75,000 ആണെന്നുള്ളത്. ആ 70 ബത്താണ് മാഡം. ഒരു ട്രിപ്പ് പോയി ചില സമയത്ത് ചിലപ്പോൾ എന്താവും, വണ്ടി ചിലപ്പം അല്ല കുറവാ. 70,000-ൽ കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കണേ. അല്ല അത് വിടി, നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അതൊന്ന് ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് ഞാൻ കാണിച്ചു. അതൊന്നും ഒരു വലിയ വിഷയങ്ങളല്ല. ഇതിപ്പോ അതെ കഴിഞ്ഞു. ഇപ്പൊ ആ പത്രസമ്മേളനം നമുക്ക് അതെ ദയവ് ചെയ്തിട്ട് ആ ഒരു കാര്യം കൂടി, ആ പത്രസമ്മേളനം ചെയ്തതും നമുക്ക് പ്രശ്നമില്ല ഇനിയും. പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് ഞമ്മക്ക് വിഷമാവണതിനോണ്ടാണ് നമ്മളിപ്പോ ഈ പത്രസമ്മേളനം. അല്ലെങ്കിൽ എന്താ പറയണത്, ഞാൻ ഓരോ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല, മറുപടി കൊടുക്കാറില്ല. അവര് വിഷമം ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇല്ലില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കുക. അത് നമ്മൾ തീരുമാനിച്ചു. അർജുൻ ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കണം, ഞാൻ എൻ്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു തറവാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നിങ്ങൾ എത്തിയ ആ ഹാള്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം, എൻ്റെ ആദ്യകാലങ്ങളിൽ എൻ്റെ ടീഷർട്ട് മേലിൽ നോക്കിയാൽ മതി BNI എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ ഒരു സംഘടനൻ്റെ ഒരു മെമ്പറാണ്. ഞാൻ അതിൽ വലിയ അഭിമാനിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിലുണ്ടെന്ന് അവരും അഭിമാനിക്കുന്ന ഒരു സമയത്ത് 10-18 യൂണിറ്റുകൾ ഇന്നെ ആദരിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സാധനം പൊട്ടുന്നത്. ഞാൻ അവിടുന്ന് ഞാൻ അനുഭവിച്ച വേദന, കാരണം എന്ന് പറഞ്ഞാൽ 100-500 ആൾ നിൽക്കുന്ന സമയത്തേക്കാണ് നിങ്ങളെല്ലാവരും കൂടി കയറി വരുന്നത്.
അപ്പം ഞാൻ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിക്കിന്, കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നു. അതുകൊണ്ടാണ്, കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനല്ലേ, നമുക്ക് അങ്ങനെ എന്താ പിടിച്ച് ചില ഇമോഷൻ ഇന്നെ കൊണ്ട് കഴിയൂല. അപ്പം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ വണ്ടിക്ക് പേരിടും, ഓർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു പോയത്. അതിനും മാപ്പ് പറയുന്നു, നമ്മൾ അർജുൻ്റെ പേരിടണില്ല. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിന് അത് ഇടണമൊന്നുമില്ല. അല്ല അല്ല എന്നാലും മുബീൻ പ്രശ്നമില്ല. ചില മീഡിയാസിലേക്ക് ഇത്ര ഉള്ളതിനും, അതായത് ഇവിടെ പല ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തനം മുതൽ ഇവിടെയുള്ള എല്ലാ അന്ന് ശിരൂരിലുള്ള മാധ്യമ പ്രവർത്തകരെന്നാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത്. ഒരു പഞ്ചർ പീടികയിലായിരുന്നു കിടന്നുറങ്ങിയത്. ആ ചെങ്ങായി അവിടെ നിന്നതിന് നമ്മളെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യണല്ലോ. അപ്പോൾ ഓനിങ്ങനെ ഇടയ്ക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല. ഓൻ്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണം. വയറ് നിറവും ഭക്ഷണം കഴിക്കാതെ ഇനി ഓന് ഇത്രയും ദിവസം അവിടെ നിന്നത്. നമ്മളെന്തേ കൊടുക്കണ ഭക്ഷണമേ കഴിച്ചിട്ടുള്ളതിനു, അല്ലെങ്കിൽ നാട്ടുകാരും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം ആ ചെങ്ങയ്യ. അപ്പം നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അത് അമ്മൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു, എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു, ഒരു നല്ലൊരു സെൻഡ് ഓഫ് കൊടുത്തു, അവനെ പറഞ്ഞേക്കാണ്. ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവുകയാണെന്നാണ് പറയാൻ പോയത്. ഈ സെൻഡ് ഓഫിൻ്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രായപ്പ് എന്നാണ്, മലയാളം വേർഡ് യാത്രായപ്പാണെന്നാണ് എൻ്റെ നോളജ്. ഒരു യാത്രയപ്പ് അവനക്ക് കൊടുക്കണ്ടേന്ന് ഈ നിങ്ങൾ പിന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ പറയും. ഒരുത്തന് മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ, അപ്പം നമ്മൾ ഒരു ഭക്ഷണം കൊടുത്തു. അതിന് ഞാൻ ഒരു സെൻഡ് ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. അത് തെറ്റാണോ? ഇപ്പം ഇത്ര വലിയ തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ചെറിയ വിഷയങ്ങളാണ്.